അയ്യോ, എന്താണത്? എലി, നീ കേട്ടില്ലേ ഒരു ശബ്ദം? ആ, ഞാനും കേട്ടു. പക്ഷെ അത് ഇവിടെയൊന്നുമല്ല, വളരെ ദൂരത്താണെന്ന് തോന്നുന്നു. നമ്മുടെ മോളെവിടെ? നിനക്കറിയില്ലേ അവളെവിടെ പോയെന്ന്? ഞാൻ കണ്ടില്ല. ഇവിടെ പോയാലെന്താ, തിരിച്ചു വരില്ലേ? ലോക്ക്ഡൌൺ ഒന്നുമല്ലല്ലോ. ഈ രണ്ട് എലിക്കൂട്ടന്മാരുടെ കൂടെയാണ് അവൾ ഉണ്ടായിരുന്നത്. ഡാ, എവിടെടാ എന്റെ മോളെവിടെടാ? നിന്റെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത് അവള്? എന്നോട് ചോദിച്ചിട്ടുണ്ട് കാര്യം, ഞാൻ എങ്ങനെ അറിയാൻ? അവൾ 20 മിനിറ്റ് മുന്നേ ഇവിടുന്ന് പോയി. വെറുതെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ പോയി അന്വേഷിക്കും. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ലല്ലോടാ. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവല്ലേ? ഇല്ല, നീ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അവളാണെങ്കിൽ കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ്, അതാണ് എൻ്റെ ടെൻഷൻ. ഞാൻ പോയി അവളെ അന്വേഷിച്ചിട്ട് വരാം. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവല്ലേ? അവളിപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാനോ മറ്റോ പോയതായിരിക്കും. വെറുതെ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യല്ലേ? എനിക്കറിയാം, എന്നാലും എനിക്ക് വിന്നർ, നിനക്ക് ആ തലയെങ്കിലും വെളിയിലിട്ടൂടേടാ? ഞാനിതായത്തി പോയി. അയ്യോ എന്റെ തല. ഞാൻ മണ്ണിനടിയിലൂടെ പണിക്ക് പോകാൻ പറ്റൂ. നീ വേണമെങ്കിൽ മണ്ണിനടിയിലൂടെ വാ, നല്ല ക്യൂട്ടായിട്ടുള്ള ജീവികളെ കാണിച്ചു തരാം. എന്ത്? നിന്നെക്കാളും ക്യൂട്ടോ? വെറുതെ പൊളു അടിക്കാതെടാ. നിന്റെ കുട്ടികളെല്ലാം സേഫ് ആണോ വീട്ടിൽ? അവരെല്ലാം സേഫാണ്. അയ്യോ, അച്ഛൻ. അതെടി അച്ഛൻ. അച്ഛൻ എന്താ ഇവിടെ? നിനക്കറിയോ നീ തനിച്ച് പുറത്തു പോകുമ്പോൾ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നെന്ന്? നിനക്കെന്താ പറഞ്ഞിട്ട് പോയാൽ? അവൾ തനിച്ചല്ല സാർ. അതിന് നിന്നെ ആര് കൗണ്ട് ചെയ്യുന്നു വിന്നർ? അത് പിന്നെ സാർ, വാ, നമുക്ക് വീട്ടിൽ പോകാം. വിന്നർ, ടാറ്റാ, നമുക്ക് പിന്നെ കാണാം. ശരി, ബൈ. ഞാനപ്പോ അവിടെ നിക്കണോ അതോ പോണോ? വീട്ടിൽ പോയേക്കാം, വെറുതെ എന്തിനാ?